വെസ്റ്റ് ഇൻഡീസ് ബൗളർമാരെ തലങ്ങും വിലങ്ങും പ്രഹരിച്ച് ഇന്ത്യൻ വനിതകൾ. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് ആദ്യ T20 മത്സരത്തിലാണ് സംഭവം. മുംബൈയിലെ ഡിവൈ പാട്ടീൽ സ്റ്റേഡിയത്തിൽ നടക്കുന്ന മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്തത് ഇന്ത്യൻ വനിതകൾ. ടീമിൽ മലയാളി താരം സജന സജീവൻ ഇടം പിടിച്ചുവെങ്കിലും മിന്നുമണിക്ക് ഫൈനൽ 11-ൽ ഇടം ലഭിച്ചില്ല. ഇന്ത്യയ്ക്ക് വേണ്ടി തുടക്കത്തിലെ തന്നെ ഓപ്പണർമാരായ സ്മൃതിയും ഉമാ ഛേത്രിയും ആക്രമിച്ചു കളിച്ചു. പവർ പ്ലേ അവസാനിച്ചപ്പോൾ തന്നെ ടീം സ്കോർ 50-ലെത്തി. 7-ാം ഓവറിൽ 24 റൺസ് നേടിയ ഛേത്രി മടങ്ങിയെങ്കിലും പിന്നീടെത്തിയ ജമൈമ റോഡ്രിഗസ് അന്യായ ഫോമിലായിരുന്നു. 35 ബോളിൽ 9 ഫോറും 2 സിക്സും ഉൾപ്പെടെ 73 റൺസാണ് ജമൈമ നേടിയത്. ഓപ്പണർ സ്മൃതി 33 ബോളിൽ 54 റൺസ് നേടി. 12-ാം ഓവറിൽ ഇന്ത്യൻ സ്കോർ 100 കടന്നു. അങ്ങനെ 20 ഓവറിൽ 4 വിക്കറ്റ് നഷ്ടത്തിൽ ഇന്ത്യ നേടിയത് 195 റൺസാണ്. മലയാളി താരം സജനയ്ക്ക് ഒരു ബോൾ മാത്രമാണ് ബാറ്റ് ചെയ്യാൻ അവസരം ലഭിച്ചത്. മറുപടി ബാറ്റിംഗിൽ 2-ാം ഓവറിൽ തന്നെ വെസ്റ്റ് ഇൻഡീസിന് അവരുടെ ഓപ്പണറെ നഷ്ടമായി. മറ്റൊരു അപ്ഡേറ്റിലേക്ക് വന്നാൽ, സയ്യിദ് മുസ്താഖ് അലി ട്രോഫി ഫൈനലിൽ മധ്യപ്രദേശിനെ കീഴടക്കി മുംബൈ കിരീടം സ്വന്തമാക്കി. ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത മധ്യപ്രദേശ് ഉയർത്തിയ 175 റൺസ് വിജയലക്ഷ്യം മുംബൈ 17.5 ഓവറിൽ മറികടന്നു. മുംബൈക്ക് വേണ്ടി സൂര്യ 48ഉം രഹാന 37 റൺസും നേടി. കൂടാതെ സൂര്യാൻഷു ഷഡ്ജ 15 ബോളിൽ നേടിയ 36 റൺസ് മുംബൈ വിജയത്തിന് വലിയൊരു മുതൽക്കൂട്ടായി.